ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബറൊക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനൊരു ബോട്ടിലൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായി കാണും. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ആണ് നമ്മുടെ പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അത് ഞാനിപ്പം ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഇതൊരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാണിച്ച് കുറേ കാര്യങ്ങൾ ഇനി പറയാനുള്ളത് കൊണ്ടാണ് ഇത്രയും ഞാൻ അധികം സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തിരി വീഡിയോ കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിൽ എത്തുള്ളൂ, നിങ്ങളുടെ കയ്യിൽ എത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ട് ഒരു 3ാമത്തെ ദിവസത്തെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏകദേശം ഒന്ന് സോക്കായി ഇപ്പം തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അത് അതിനാവശ്യത്തിന് ഞാനിപ്പം സോക്ക് ചെയ്തത് ഓറഞ്ച് ജ്യൂസിലൊന്നുമല്ല, ഞാൻ റമ്മിലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഏകദേശം എനിക്ക് കിട്ടാവുന്ന മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പലതും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്, വെളിയിൽ നിന്നൊന്നും വാങ്ങിയതല്ല. അപ്പം അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു മാസമേ ഉള്ളൂ നമുക്ക് ക്രിസ്മസിനൊക്കെ. അപ്പോൾ ഇത് ഒരു മാസമെങ്കിലും മിനിമം നമുക്കിത് സോക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് കേക്കിലോട്ട് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ആൽക്കഹോൾ ചേർത്തെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ചെയ്ത് നമ്മൾ പ്ലം കേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് പകുതി അങ്ങ് വറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്, ഇവാപ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരുപാട് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പം ഇത്രയും വേണ്ടെങ്കിൽ വേണ്ട, കുറച്ച് മതിയെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റേസിൻസ് ആണ്. ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. അത് ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്ലം ഉണക്കി എടുത്തതാണ്. പിന്നെ വേണ്ടത് ഞാൻ വീട്ടിൽ തന്നെ എനിക്ക് കുറച്ച് ചെറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രഷായിട്ട്. അത് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്ത ചെറിയാണ്. പിന്നെ അല്ല വാങ്ങിയ ചെറിയും ഉണ്ട്. പിന്നെ ഇത് എന്ന് പറയണത് ചിക്കുവും പിന്നെ പ്ലമ്മും കൂടെ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് പൈനാപ്പിൾ ജാമാണ്. അപ്പോൾ പൈനാപ്പിൾ നമ്മളിതിൽ ചേർക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ പൈനാപ്പിളിൻ്റെ ജാമാണ് ചേർക്കുന്നത്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഏകദേശം ഒരു 1/2 കിലോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. ഇത് നമ്മുടെ പ്ലം കേക്കിൽ പ്രധാനമായിട്ട് മറ്റൊരു ഐറ്റമാണ് ഡേറ്റ്സ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കിയ ഓറഞ്ച് മർമലേഡെന്നാണ്. ഇതെന്ന് പറയുന്നത് വെളിയിൽ നിന്ന് വാങ്ങണേ ഭയങ്കര റേറ്റാണ്. ഇത് ഓറഞ്ചിൻ്റെ ക്രഷും ഓറഞ്ചും ഒക്കെ കൂടെ ചേർത്ത് തൊലിയൊക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 1/4 കിലോളം ഉണ്ട് അത്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയ ഓറഞ്ച് കാൻഡിഡ് പീലാണ്. പിന്നെ ഇത് കാൻഡിഡ് ജിഞ്ചറാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, എൻ്റെ മോന് കൊടുക്കാൻ വേണ്ടി. അത് ഞാനിപ്പോൾ മാറ്റി ഇതിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഡ്രൈഡ് കിവിയും പിന്നെ പ്ലം പിന്നെ മാംഗോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് ഉള്ളത് പിന്നെ കിവിയുടെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ക്രഷാണ്, ജാമാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓറഞ്ച് ക്രഷ്. പിന്നെ വേണ്ട ഹണിയാണ്. ഞാനിപ്പോൾ ഡാബറിൻ്റെ ഹണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടതാണ്. പിന്നെ എല്ലാം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഇനിയത്തെ ജോലി. നമുക്കതൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ഫ്രൂട്ട്സിലുള്ള നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ അതിലുണ്ടായിരുന്നത്. നെല്ലിക്ക പിന്നെ മാംഗോ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ കഷ്ണമായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കിവി പ്രത്യേകം തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കിവി പ്രത്യേകം തന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാനിപ്പം ഇത്രയും ഫ്രൂട്ട്സ് എടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും തന്നെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കയ്യിൽ ഒതുങ്ങുന്നത് ആയിട്ട് നിങ്ങൾക്ക് എത്രയൊക്കെയാണോ നമുക്ക് കയ്യിൽ വാങ്ങാൻ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് അത്രയും തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഡേറ്റ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. ഒരു 300 ഗ്രാം കണക്കിനാണ് ഇപ്പോൾ ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 300 ഗ്രാം ഇതിനിപ്പോൾ ഞാൻ സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ്സാണ് ഞാനിപ്പോൾ വാങ്ങിയത് കേട്ടോ. ഇത് കട്ട് ചെയ്തിപ്പോൾ ഞാനിപ്പം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് റേസിൻസ് ആണ്. അതിപ്പം മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ എന്തായാലും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലമ്മിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് എന്തായാലും ഇടണം. ഒരു 1/4 കിലോ എങ്കിൽ ഇത് ഇടേണ്ടി വരും കേട്ടോ. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഒന്ന് എടുക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഒരു ഐറ്റം. നമ്മൾ പ്ലം കേക്ക് മുറിക്കുമ്പോഴത്തേക്ക് ഒരു കറുത്തായിട്ട് കളയുന്നില്ലേ, അത് ഈ റേസിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് പിന്നെ പ്ലം ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വാങ്ങിയിട്ട് ഉണക്കിയതാണ്. അതിൻ്റെ കൂടെ ചിക്കും കൂടെ, അതായത് സപ്പോട്ടയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പ്ലം ഉണക്കുന്നതും ചിക്കു ഉണക്കുന്നതൊക്കെ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലം കേക്കിൽ ചേർക്കുമെന്നുള്ളത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാ ഡ്രൈഡ് ഫ്രൂട്ട്സിനും പ്ലം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് ചേർക്കുന്നതുകൊണ്ടാണ് പ്ലം കേക്കിന് ആ പേര് വന്നത്. പക്ഷേ നമ്മളൊക്കെ പ്ലം ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തായാലും അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ടിന്നിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് എനിക്ക് ഫ്രഷായിട്ട് കുറച്ച് ചെറി വീട്ടിൽ കിട്ടിയതാണ്. ഞാനത് ചെറിയ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അത് ചെറിയാക്കി പ്രോസസ്സ് ചെയ്തതാണ്. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാനത് കാണിക്കാം. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കണക്കിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ചെറിയൊക്കെ എടുക്കാം. ഇത് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയ ചെറിയാണ്. അപ്പോൾ രണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചത്. അപ്പം ഇത് ഞാനിപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതാണ് ഇത്രയുള്ള ഒരു പ്രയാസമായിട്ടുള്ളത്. പിന്നെ ഇത്തിരി കിസ്മിസ് കൂടെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ബ്ലാക്ക് റൈസൻസ് കൂടുതൽ എടുത്തതുകൊണ്ട് ഇത് അല്പം ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം അതും ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഞാനിപ്പോൾ കിവി കട്ട് ചെയ്തെടുത്തു. പിന്നെ ഡേറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, അതായത് എല്ലാം കൂടെ ചേർത്ത്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ പ്ലമ്മും ചിക്കും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഉണക്കിയെടുത്ത കുറച്ച് പ്ലമ്മാണ്, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് പിന്നെ ഓറഞ്ച് മർമലേഡ് ഉണ്ട്, കാൻഡിഡ് പീലുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ഐറ്റവും ഇപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ക്രഷോ എല്ലാം ഉണ്ട്, ഹണി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാക്കിയ കിവി ക്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഫില്ലിങ്സ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. 3 ജാതിക്ക എടുത്തിട്ടുണ്ട്, മസാലക്കൂട്ടിനാണ്. പിന്നെ 10 ഗ്രാം ചുക്ക്, 10 ഗ്രാം ഗ്രാമ്പു, പിന്നെ 10 ഗ്രാം തന്നെ പട്ട, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, ഇതൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് മസാലയ്ക്കാണ്. പിന്നെ പൈനാപ്പിളിൻ്റെ ജാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ റമ്മാണ് കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ എൻ്റെ പേര് ഞാൻ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ വലിയൊരു സെറമണി ആയിട്ട് വലിയ മോളിലൊക്കെ നടത്തുന്നതാണ് ഈ ഫ്രൂട്ട് മിക്സിംഗ് ഒക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാമല്ലോ, ആഗ്രഹം കൊണ്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ വലിയ സെറമണി ആയിട്ടൊക്കെ നടത്തുന്നതാണ് ഈ ഫ്രൂട്ട് മിക്സിംഗ് ഒക്കെ. അപ്പം ഞാനിപ്പോൾ അതിനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ വീട്ടിലുണ്ടാക്കിയ ഓറഞ്ച് കാൻഡിഡ് പീലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടാൽ മതി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഈ നമ്മുടെ ഈ പൈനാപ്പിൾ ഫില്ലിങ്സ്, ഇപ്പോൾ പൈനാപ്പിൾ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഈ ഫില്ലിങ്സ് തന്നെ ചേർക്കുകയാണ്. അത് ഏകദേശം ഒരു 250 ഗ്രാം വരത്തക്ക രീതിയിൽ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിലല്ല ഞാൻ സോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഓറഞ്ചിൻ്റെ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ഓറഞ്ച് ക്രഷാണ്. അപ്പോൾ ഇത് ഇട്ടും കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓറഞ്ച് ക്രഷ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പം ഫസ്റ്റ് വീഡിയോ അതാണ്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓറഞ്ച് മർമലേഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസിലല്ല ചെയ്യുന്നത് പറഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഓറഞ്ചിൻ്റെ കൂടുതൽ കാര്യങ്ങളും ചേർക്കുന്നത് കേട്ടോ. അപ്പം ഓറഞ്ച് ജ്യൂസിൽ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ഓറഞ്ച് മർമലേഡ് എന്ന് പറഞ്ഞാൽ ജ്യൂസും അതിൻ്റെ തൊലിയൊക്കെ കൂടെ ചേർത്ത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇതിന് ഭയങ്കര വിലയാണ് കേട്ടോ വെളിയിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ അതിൽ കിവിയുടെ ക്രഷും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിളിൻ്റെ തന്നെയാണ് ഞാൻ അതിൻ്റെ ജാമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ജാം നമ്മൾ ചേർക്കണം. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾക്ക് മിക്സഡ് ഫ്രൂട്ട് ജാം വേണമെങ്കിലും ചേർക്കാം. അപ്പം പിന്നെ തേനാണ് ചേർക്കുന്നത്, ഹണിയാണ് ഞാൻ ചേർക്കുന്നത്. അത് 1 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിലരൊക്കെ ഇതൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചേർക്കാറുണ്ട്, ഹണി ഞാൻ ചേർക്കാറുണ്ട്. അപ്പം എങ്കിലേ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും 1 കപ്പ് ഞാൻ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൂടെ നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഹണി ചേർത്താണ് ആദ്യം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ക്രഷ് ഏതെങ്കിലും ഒരു ക്രഷ് ചേർക്കണം. അതിനാണ് ഞാനിപ്പോൾ ഓറഞ്ച് ക്രഷ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ക്രഷും ചേർക്കാം. നിങ്ങൾക്ക് പൈനാപ്പിൾ ക്രഷ് ചേർക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാം മാക്സിമം ചേർക്കേണ്ടതൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഏകദേശം 3-3.5 കിലോളം എനിക്കിപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഉണ്ട്. എല്ലാ ഐറ്റവും കൂടെ ചേർത്താണ് കേട്ടോ. അപ്പോൾ ഈ ഞാൻ ചേർത്ത ഈ എല്ലാ ഐറ്റവും കൂടെ ചേർത്തിട്ടാണ് എനിക്ക് 3.5 കിലോളം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം നമുക്കൊന്ന് അടിയിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കി, വലിയ പാടാണ്, എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട കുത്തിയൊക്കെ നിൽക്കുകയാണ്. നമുക്ക് പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടിയൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട്. ഞാനിപ്പം മസാലപ്പൊടി ഇതിലിപ്പോൾ കാണിക്കുന്നില്ല, അതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാനിപ്പോൾ പൊടിച്ചതാണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇന്നലത്തെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ ഇതിനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് കറക്റ്റായിട്ട് എല്ലായിടത്തും ഈ മസാല വരത്തൊക്കെ വേണം അപ്പോൾ ഇത് സാധാരണ ചിലർ ഇടാറുണ്ട്, ചിലർ ഇടാറില്ല, കേക്കിൽ ഇടാറുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഈ സ്പൈസസൊക്കെ ഈ
സോക്കിങ്ങിൽ തന്നെ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കേക്കിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടുള്ളൂ. ഞാനിപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ഓറഞ്ച് ക്രഷ് തന്നെ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ച് ജ്യൂസിലല്ല ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനിട്ട ഇതാണ്. ഇത് പ്ലം കേക്കിന് വേണ്ടിയിട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും അങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പഴകും തോറും ഇതിൻ്റെ വീര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ റമ്മിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പം ഇത് ഒരിക്കലും കേടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1-1.5 വർഷമായിട്ട് ഇരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു പുതിയൊരു കുപ്പി, ഒരു 3.5-4 കിലോ കൊള്ളുന്ന ഒരു വലിയൊരു കുപ്പിയാണ്. നന്നായിട്ട് ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഒന്നിലും വെള്ളത്തിന് മയമേ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. അതാണ് നമ്മൾ മിക്സിങ്ങിൻ്റെ ബോളിലോ അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് വേണം. അതിൻ്റെ ഒന്നും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും പാടില്ല. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതുവരെ എനിക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3-3.5 കിലോയോളം ഏകദേശം ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഞാനിപ്പം റമ്മാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന അത്രയും റമ്മ് ഞാനിപ്പോൾ ഒഴിക്കുകയാണ്. അപ്പോൾ നെകയ്ക്കൊന്നും അങ്ങനെ ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ ഞാനിപ്പോൾ അതിൽ ഏകദേശം വരത്തക്ക രീതിയിലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറവുണ്ടെങ്കിൽ പിന്നീട് ഒഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഏകദേശം എനിക്ക് ഒത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണക്കിന് കാണാമോ എന്നറിയില്ല. ഈ ഒരു കണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കിനി അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 11 മണിക്ക് ആണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി ഒന്നിടവിട്ട് ഇതുപോലെ അതേ സമയം 11 മണിക്ക് ഇതൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി. കണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇങ്ങനെയാണ് ഞാൻ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ചേർക്കാറ്. ഇതിൽ പലതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പലതിൻ്റെയും ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണുന്നവർക്കൊക്കെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പല ഷോപ്പുകളിലും ചെന്ന് പല റേറ്റുകളാണ് ഇതിനൊക്കെ സാധനം പറയുന്നത്. അപ്പോൾ അതിനേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വില കുറവിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ഫ്രഷായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുലുക്കി വെച്ചിട്ട് ഇപ്പോൾ പിറ്റേ ദിവസമൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഒന്നുകൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ മേളിലോട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ദിവസത്തെ കൂടെ ഞാൻ കാണിക്കാം. 3-ാമത്തെ ദിവസത്തെ ഞാൻ എടുക്കുകയാണ്. അതേ ദിവസം 11 മണിക്ക് എടുത്ത് നോക്കുകയാണ്. ഇതെല്ലാം ഒന്ന് സോക്കായി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിന് ആവശ്യത്തിന് എല്ലാം ഇതിനകത്ത് റമ്മൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനി നമുക്ക് ക്രിസ്മസിൻ്റെ ആ സമയത്തായി ഞാനിത് എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.